ശിവപാർവതി പാർട്ട് 20. എന്നാ പറു, ഇനി ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധിച്ചു കേൾക്ക്. ആ ഗീതയോ നീതയോ എന്തിന് ആ ചുമ്മാൻറ്റി ആയാലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു മറുപടി കൊടുക്കണം. ആ സ്റ്റീഫന് മറുപടി കൊടുക്കുന്നത് പോലെ. അയ്യോ ആദ്യേ, അതെങ്ങനെ? ശിവേട്ടൻ നിന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാനുള്ള വഴിയാണിത്. അവരുടെ ആരുടെങ്കിലും നേരെ നീ ഒന്ന് മുഖത്തേക്ക് മുഖം നോക്കി ഒന്ന് സംസാരിച്ചു നോക്ക്. ശിവേട്ടൻ അപ്പോ വീഴും. പക്ഷേ എനിക്ക് പേടിയാ. എന്നാ നിന്റെ തലക്കൊന്ന് തരും ഞാൻ. അവളുടെ പേടി. നിന്നെ ആക്ഷേപിക്കുന്നവരെ നോക്കി മറുപടി പറയണം, അല്ലാതെ ജീവിതകാലം മുഴുവൻ അവരുടെ വായിലുള്ളത് കേൾക്കാനാണോ നിന്റെ പ്ലാൻ? ആ നീതിയെയും ഗീതയെയും ഓടിച്ചാൽ നിന്റെ അമ്മായിമ്മ ആ സുമാൻറ്റി അവരുണ്ടല്ലോ, അവർ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവരെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടേ? അവരെ നോക്കി രണ്ട് പറഞ്ഞ പിന്നെ നിന്റെ നേരെ അവരാരും ഒന്നും സംസാരിക്കില്ല. പക്ഷേ എന്നാലും പാറു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. ദേ പാറു, ഇത് കുളമാണെന്നും നോക്കില്ല, ഒരു ഉന്തക തരും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി മിണ്ടിയാ മതി. വെറുതെ ഒന്നുമല്ല ശിവേട്ടൻ ദേഷ്യപ്പെട്ടെ. അവൾ അതും പറഞ്ഞ് അവിടെ നിന്നും എണീറ്റ് പോകാൻ നിന്നതും. അയ്യോ പിണങ്ങല്ലേ, ഞാൻ ശരിയാക്കാൻ നോക്കാം. അവളെ നോക്കി പാറു ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആതിര പാറുവിന്റെ അടുത്തേക്ക് വന്നു അവളുടെ തോളിൽ കൈയിട്ടിരുന്നു. അപ്പൊ സെറ്റ്, വാ, സൂര്യൻ അസ്തമിക്കാനായി. അവർ രണ്ടുപേരും വീട്ടിൽ വന്ന് കയറുമ്പോൾ ഹാളിലൊന്നും ആരുമില്ലായിരുന്നു. പാറു ശിവന്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ ശിവൻ കുളിയും കഴിഞ്ഞു വന്ന് കണ്ണാടിയിൽ നോക്കി മുടി തോർത്തുവായിരുന്നു. അത് കണ്ടതും ചെറു പുഞ്ചിരിയോടെ പാറു ശിവനെ നോക്കി. അവൾ പതിയെ വാതിൽ ചാരിയതും അതിന്റെ ശബ്ദം കേട്ട് അവൻ പാറുവിനെ നോക്കി. ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന പാറുവിനെ കണ്ടിട്ടും അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ അവന്റെ ലാപ്പ് കയ്യിലേക്കെടുത്തു സോഫയിലിരുന്നു. എന്നെ കണ്ടിട്ടും മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ ദുഷ്ടൻ. അവൻ അതും മനസ്സിൽ വിചാരിച്ച് ഒന്നും മിണ്ടാതെ അവളുടെ ബുക്കുകൾ കയ്യിലെടുത്ത് ബെഡിലേക്കിരുന്നു. അവൾ ബുക്ക് പഠിച്ചു തുടങ്ങിയതും ശിവന്റെ നോട്ടം പാറുവിന്റെ മുഖത്തെത്തിയിരുന്നു. ഫാനിന്റെ കാറ്റിൽ മുടി പാറി പറക്കുന്നുണ്ട്. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധയോടെ പഠിക്കുന്ന അവളെ അവനൊരു പുഞ്ചിരിയോടെ നോക്കി. അവളെയും നോക്കി അവൻ ആ സോഫയിലിരുന്നു. അവളെ ആരോ നോക്കുന്നു എന്ന പോലെ തോന്നിയതും അവൾ മുഖമുയർത്തി ശിവനെ നോക്കിയപ്പോഴേക്കും അവൻ മുഖം ലാപ്ടോപ്പിലേക്ക് താഴ്ത്തി വെച്ചു. അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവന്റെ ചുണ്ടിൽ തട്ടിക്കളിക്കുന്ന ആ പുഞ്ചിരി കണ്ടതും അവളും ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. അപ്പോഴാണ് ആതിര അങ്ങോട്ട് വരുന്നത്. ശിവേട്ട, ഇനി ഒരു 5 ദിവസം പാറു വളരെ ബിസി ആയിരിക്കും. അതായത് ഞങ്ങൾക്ക് എക്സാം ആണ്. അപ്പോ അതുവരെ ഇവളെ ഞാൻ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആതിര അവന്റെ അടുത്ത് നിന്നും മറുപടി വരുന്നതിന് മുമ്പ് തന്നെ ആതിര പാറുവിനെ വലിച്ചു കൊണ്ടുപോയിരുന്നു. നീ എന്താടി പെട്ടെന്ന് വന്ന് ഇനി ഇവിടെയായെന്നൊക്കെ പറഞ്ഞേ? ആ, നീ അനുരാഗം തലയിൽ കയറി നിൽക്കാതെ ബുക്കെടുത്ത് പഠിക്കാൻ നോക്ക്. അയ്യടി, അങ്ങനെ അനുരാഗം തലയിൽ കയറി പഠിക്കാതെയൊന്നും ഞാനിരിക്കില്ല. നീ കാര്യം പറ. കാര്യം പറയാൻ പറൂ. 2 കാര്യമുണ്ട്. ഇനി എക്സാം തീരുന്നത് വരെ ഇവിടെ നിൽക്കണം. അതുവരെ ശിവേട്ടനെ വലിയ മെയിൻ്റ് ഒന്നും ചെയ്യാതെ നടക്കണം. എപ്പോഴാണെന്നറിയോ? ആ ഗീതയെ കാണുമ്പോ. അതൊക്കെ എന്തിനാണ് ആദി? ഇപ്പൊ നമുക്ക് പഠിക്കാം. ഈ എക്സാം ഒന്ന് അങ്ങോട്ട് കഴിയട്ടെ. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനിയാണ് മോളെ നമ്മുടെ വീടാകാൻ പോകുന്നത്. ആതിര പറയുന്നത് ഒന്നും മനസ്സിലാവാതെ പാറു അന്തം വിട്ടു നിന്നു. രാവിലെ തന്നെ പാറു മാതിരം ധൃതി പിടിച്ചിറങ്ങി. അവർ രണ്ടുപേരും ബസ്സിനായിരുന്നു കോളേജിലേക്ക് വന്നിരുന്നേ. എന്റെ ആദിയെ, എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ കോളേജ് അവസാനിക്കാൻ പോയത്? പാറു അത്ഭുതത്തോടെ ചോദിച്ചു. ശരിയാ, എത്ര പെട്ടെന്നാ ഫൈനൽ എക്സാം കഴിഞ്ഞത്. 3rd ഇപ്പൊ കഴിഞ്ഞ പോലെയുണ്ടല്ലേ. അവർ എക്സാം കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴാണ്, പാർവതി, നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നോ? ആ ശരിയാണ്. ഇങ്ങനൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ ആ സ്റ്റീഫനെ പേടിച്ച് നടന്നത്? എന്തായാലും തല്ല് പൊളിയായിരുന്നു. അവരുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം അവരെ കണ്ടതും ചോദ്യങ്ങളായി. എന്തായാലും കിട്ടിയത് കിട്ടിയപ്പോ അവൻ നന്നായി. അവർ അതും പറഞ്ഞു പോയി. അതെന്താടി അവൻ നന്നായി എന്നൊക്കെ പറഞ്ഞത്? പാറു അത്ഭുതത്തോടെ ആദിയോട് ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല, അങ്ങോട്ട് നോക്ക്. ആതിര ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കുമ്പോൾ അവിടെ സ്റ്റീഫനുണ്ട്. മുഖത്തെല്ലാം മുറിവും കയ്യിലും കാലിലും എല്ലാം കെട്ടുമുണ്ട്. അവന്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവന്റെ ഒരു കൂട്ടുകാരൻ അവളുടെ അടുത്തേക്ക് വന്നു.
പാർവതി, ആതിര, നിങ്ങളൊന്ന് സ്റ്റീഫന്റെ അടുത്തേക്ക് വരൂ, ഒന്ന് സംസാരിക്കാനുണ്ട്. അവർ പരസ്പരം ഒന്ന് നോക്കി. രണ്ടുപേരും പതിയെ സ്റ്റീഫന്റെ അടുത്തേക്ക് പോയി. അവരെ കണ്ടപ്പോൾ തന്നെ ഒരു വേദനയോടെ തന്നെ സ്റ്റീഫൻ ഒന്ന് പുഞ്ചിരിച്ചു. പാർവതി, നിന്നെയും ആതിരയും ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം, സോറി. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. പാറും ആതിരയും ഞെട്ടലോടെ പരസ്പരം നോക്കി. എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. എല്ലാം ആവശ്യത്തിലേറെ കിട്ടിയപ്പോൾ എല്ലാം വാശിയോടെ നേടിയെടുക്കാനാണ് ഞാൻ പഠിച്ചത്. നിന്നെ എനിക്ക് ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു. നിനക്കാരും ഇല്ലാന്നറിഞ്ഞപ്പോൾ ഒരു ധൈര്യമായിരുന്നു, എനിക്ക് തന്നെ കിട്ടും, ആരും ചോദിക്കാനും പറയാനും വരില്ല എന്ന അഹങ്കാരവും. പക്ഷേ നിന്റെ വിവാഹം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞതേയില്ല. എല്ലാം മനസ്സിലാക്കാൻ ഇങ്ങനൊരു അവസ്ഥ ആകേണ്ടി വന്നു. എന്നെ എക്സാം എഴുതാൻ സമ്മതിച്ചതിന് നന്ദി. ഇനി എക്സാം കഴിഞ്ഞാൽ ഞാൻ US പോവുകയാണ്. ഒരു ശല്യത്തിന് ഞാൻ വരില്ല. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്റ്റീഫൻ അത് പറഞ്ഞതും രണ്ടുപേരും ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. സ്റ്റീഫൻ ഒരു വേദനയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. എടീ, ഇങ്ങനെ ആളുകൾ നന്നാകുമോ? പാറു ഞെട്ടലോടെ ചോദിച്ചു. അതാണ് പറയുന്നത്, കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടലടങ്ങുമെന്ന്. അത് കേട്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ എക്സാം ആയത് മുതൽ പാറു ആതിരയുടെ മുറിയിൽ തന്നെയായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നാലുടൻ പഠിക്കാൻ അവർ പഠിക്കാനായിട്ടിരിക്കും. രാവിലെ എണീറ്റാൽ പഠിക്കും, അത് കഴിഞ്ഞാൽ എക്സാമിന് പോകും. അങ്ങനെ ശിവനും പാറുവും മിണ്ടാനുള്ള സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇന്ന് അവസാനത്തെ എക്സാമും കഴിഞ്ഞു. പാറും മാതിരിയും സംസാരിച്ച് വരാന്തയിലൂടെ നടന്നു വരുമ്പോഴാണ് അവരെ തന്നെ നോക്കി ആരവ് നിൽപ്പുണ്ടായിരുന്നു. പാർവതി. അവന്റെ വിളി കേട്ടതും അവൾ അവനെ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും അവൾക്കും ഒന്നും മിണ്ടാനില്ലായിരുന്നു. പാർവതി, നീ എൻ്റെ ചെറിയച്ഛൻ്റെ മോളാണെന്നറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി. അതിന് അവൾ മറുപടി ഒന്നും കൊടുക്കാതെ കേട്ട് നിന്നു. ആതിരയും. എന്താണ് പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇനി കോളേജെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ കാണില്ലെന്നും അറിയാം. എന്നാലും അവസാനമായി ഒരു കാര്യം പറയട്ടെ. അവർ എന്താണെന്ന പോലെ അവനെ നോക്കി. നിന്നെ എൻ്റെ അമ്മക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ വണ്ടിയിലുണ്ട്. അത് കേട്ടതും പാറു ഒന്ന് ഞെട്ടി. ശ്രീജമ്മയോ? അവളുടെ കണ്ണുകളെല്ലാം ഒന്ന് നിറഞ്ഞിരുന്നു. വാ. ആരവ് അത് പറഞ്ഞ് മുമ്പിൽ നടന്നു. അവന്റെ കൂടെ തന്നെ പാറുവും ആതിരയും നടന്നു. ആതിരയുടെ കയ്യിൽ പാറുവിന്റെ കൈ മുറുകിയിരുന്നു. അവൾ ആരവിന്റെ കാറിന്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടു ജീവനെ. പാറുവിന് ശരിക്കും അവരെ ഒന്ന് മുഖത്തേക്ക് നോക്കുവാൻ പോലും ആയില്ല. അമ്മേ. അവൻ വിളിച്ചതും കാറിൽ നിന്നും ഒരു പ്രായമായ സ്ത്രീ പുറത്തേക്കിറങ്ങി. അവരെ കണ്ടതും പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരുടേതും. പാറുമോളെ. അവർ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. ശ്രീജമ്മേ. മോളെ, നീ ഒത്തിരി വളർന്നു, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാത്തവളായി ജീവിക്കേണ്ടി വന്നുവല്ലോ എൻ്റെ കുട്ടിക്ക്. അവർ വേദനയോടെ പറഞ്ഞു. എന്തിനു പറയുന്നു? എല്ലാത്തിനും ഒരു നിലയിൽ ഞാനും കാരണക്കാരി തന്നെയാണ്. എല്ലാവരും ഓരോ നുണ പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് മാട്ടിയിറക്കുമ്പോൾ ഒന്നും പറയാനാവാതെ കണ്ടു നിൽക്കാൻ മാത്രമേ മോളെ എനിക്ക് കഴിഞ്ഞുള്ളൂ. അന്നു മുതൽ ഇന്ന് വരെ ആ വേദന എന്നിലുണ്ടായിരുന്നു. ഇന്നലെയാണ് ഇവന് നിന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തന്നെ ഇങ്ങ് വന്നു എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി. ശ്രീജ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബനം നൽകി. അവൾ നിറമിയോടെ തന്നെ അവരെ നോക്കി നിന്നു. നമ്മുടെ അമ്മാവന്റെ വാക്കുകൾ കേട്ട് ഞാൻ നിന്നെ പലതും പറഞ്ഞു. സോറി. ഇന്നലെ അമ്മ പറഞ്ഞപ്പോഴാണ് എന്താണ് സത്യാവസ്ഥ എന്ന് ഞാൻ അറിഞ്ഞേ. അതും പറഞ്ഞുകൊണ്ട് ജീവൻ അവളുടെ കയ്യിൽ പിടിച്ചതും ഏട്ടാ. അവൾ അതും വിളിച്ച് പൊട്ടിക്കരഞ്ഞു. നീ ഇങ്ങനെ കരയാതെ പാറുവേ. അവൻ അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ ഒരു വേലക്കാരിയായാണ് നീ ഇത്രയും കാലം ജീവിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. ജീവൻ വിഷമത്തോടെ പറഞ്ഞു. മോളെ ശ്രീദേവി. അമ്മയും എന്നെ തനിച്ചാക്കി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. വർഷം 1 കഴിഞ്ഞു. പാറു നിറമിയോടെ പറഞ്ഞു നിർത്തി. മോളെ, ഞാൻ എന്താ മോളോട് പറയുക? മോൾക്ക് ദേഷ്യമാണോ ഞങ്ങളോട്? ഏയ് ഇല്ല ശ്രീജമ്മേ. ആ വീട്ടിൽ എന്നോട് അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു നിങ്ങൾ. ആ നിങ്ങളോട് എങ്ങനെയാ ദേഷ്യം കാണിക്കുക? പിന്നെ ജീവേട്ടൻ എന്നെ മനസ്സിലാക്കാതെ അന്ന് അമ്മയെയും എന്നെയും കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഒത്തിരി വേദന തോന്നിയിരുന്നു. സോറി ഡി. എന്താണ് സത്യമെന്നറിയാതെ ഒത്തിരി നോവിച്ചു എൻ്റെ ഈ കുഞ്ഞി പാറുവിനെ.
ജീവൻ വിഷമത്തോടെ പറഞ്ഞു. എന്നെ തേടി കാണാൻ വന്നല്ലോ, അതിലും പരം വലിയ സന്തോഷമൊന്നും എനിക്ക് വേറെയില്ല. അവരോടായി പാറു പറഞ്ഞു നിർത്തി. നിനക്ക് ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞ് ഒരാളെ അവൻ വിളിച്ചതും വണ്ടിയിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു പെണ്ണിറങ്ങി. എൻ്റെ ഭാര്യയാണ് അനുശ്രീ, എൻ്റെ മോള് നക്ഷത്ര. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നവരെ നോക്കിക്കൊണ്ട് ജീവൻ പറഞ്ഞു. പാർവതി, ഇവരുടെ പാറു അല്ലേ? അമ്മ ഒത്തിരി പറഞ്ഞിരുന്നു നിന്നെക്കുറിച്ച്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. അനുശ്രീ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പാറു സന്തോഷത്തോടെ അവളെ നോക്കി നിന്നു. പാറുവേ, നമ്മുടെ ഏട്ടത്തിയമ്മയാണ്. ആരവത് പറഞ്ഞതും പാറുവും അനുശ്രീയും പരസ്പരം കെട്ടിപ്പിടിച്ചു. പാറു കുഞ്ഞിന് നേരെ കൈ കാണിച്ചതും അവൾ പാറുവിൻ്റെ അടുത്തേക്ക് ചാടി. നിന്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവർ. ആ മോനെ ഒന്ന് കാണണമെന്നുണ്ട് മോളെ എനിക്ക്. പാറുവിന് യോജിച്ച ആളെ തന്നെയാണ് കിട്ടിയിട്ടുള്ളതമ്മേ. അവളെ ഒന്ന് തൊട്ടതിന് സ്റ്റീഫനെ പഞ്ഞി കിട്ടിട്ടുണ്ട്. ആരവൊരു ചിരിയോടെ പറഞ്ഞു. അതിന് നീയും മോശമൊന്നും അല്ലല്ലോ. ജീവനത് പറഞ്ഞതും അവരെല്ലാം ഒന്ന് പുഞ്ചിരിച്ചു. ആതിര എല്ലാം സന്തോഷത്തോടെ നോക്കി നിന്നു. തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.